ജിയോ പൊളിറ്റിക്സിൽ ഓരോ ദിവസവും എന്താണ് സംഭവിക്കുന്നതെന്ന് പ്രവചിക്കാൻ പോലും കഴിയില്ല. ഇപ്പോൾ ചൈനയിലെ കുറച്ച് ഗ്രാമീണരെ പാകിസ്ഥാൻ പട്ടാളം ആക്രമിച്ചു എന്നുള്ള വാർത്തയാണ് പുറത്തു വന്നിരിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ ചൈനയും പാകിസ്ഥാനും ഒക്കെ തന്നെ ചങ്ക് സുഹൃത്തുക്കളാണെന്നാണ് പറയപ്പെടുന്നത്. ഇവിടെ ഗ്രാമീണരായിട്ടുള്ള ചൈനയിലെ കുറച്ച് ആളുകളെ യാതൊരു പ്രകോപനവുമില്ലാതെ പാകിസ്ഥാൻ ആർമി കയറി ആക്രമിക്കുന്നു. ഈ ദൃശ്യങ്ങൾ ടിക്ടോക്കിലൂടെ പ്രചരിച്ചതോടെ ചൈനയിൽ വ്യാപകമായ പ്രതിഷേധമുണ്ടാകുന്നു. സോഷ്യൽ മീഡിയയിൽ വലിയ ട്രോളുകൾ ഉണ്ടാകുന്നു. പാകിസ്ഥാനെതിരെ ചൈന ഒരു ആക്രമണം നടത്താനുള്ള സാധ്യത പോലും തള്ളിക്കളഞ്ഞുകൂടാം. ശരിക്കും പറഞ്ഞാൽ ഈ കുഞ്ച്ര പാസ് എന്ന് പറയുന്ന ഒരു പ്രദേശമുണ്ട്. അത് ഈ സമീപത്തുള്ള കരകോണം മലനിരകൾക്കുള്ള അടുത്തുള്ള പ്രദേശമാണ്. ഈ പ്രദേശത്ത് ചൈനക്കാരായിട്ടുള്ള കുറച്ച് ആളുകൾ അതിർത്തി സന്ദർശിക്കാനായിട്ട് എത്തുന്നു. ശരിക്കും പറഞ്ഞാൽ പാകിസ്ഥാനും ചൈനയും തമ്മിൽ നേരിട്ട് അതിർത്തിയില്ല. നമ്മളിൽ നിന്ന് പിടിച്ചെടുത്ത പാക് ഒക്കുപ്പൈഡ് കശ്മീരുമായിട്ടാണ് ചൈന അതിർത്തി പങ്കിടുന്നത്. ഏതാണ്ട് 600 കിലോമീറ്ററോളം വരും. ഈ അതിർത്തിയിലേക്കൊക്കെ ആളുകൾ എത്തുകയും അതിർത്തി സന്ദർശിക്കുകയും ഒക്കെ ചെയ്യുന്നത് സ്വാഭാവിക കാര്യമാണ്. ഇന്ത്യൻ അതിർത്തിയായ വാഗയിലേക്കൊക്കെ ആളുകൾ എത്തുന്നു. അവിടെ ഇന്ത്യ പാകിസ്ഥാൻ സൈനികരെയൊക്കെ വീക്ഷിക്കുകയൊക്കെ ചെയ്യുന്നു. ഇതിന് സമാനമായിട്ട് അവിടെ കുറച്ച് കർഷകരെത്തുകയും ചൈനയുടെ പതാക ഉയർത്തിപ്പിടിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. പെട്ടെന്ന് ഒരു പ്രകോപനവുമില്ലാതെ പാകിസ്ഥാൻ പട്ടാളത്തിലെ ചിലർ ഈ ഗ്രാമീണരെ കയറി തല്ലുകയും ഈ ചൈനയുടെ പതാക വലിച്ചു കീറുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. അനാവശ്യമായ ഒരു പ്രകോപനം അവിടെ സൃഷ്ടിക്കപ്പെട്ടു. ചൈനയ്ക്കുള്ളിൽ വലിയ വികാരമാണ് ഇതിനെതിരെ ഉയർന്നത്. അടുത്ത കാലത്തായിട്ട് പാകിസ്ഥാനും ചൈനയും തമ്മിലുള്ള ബന്ധത്തിൽ നല്ല വിള്ളൽ വീണിട്ടുണ്ട്. പ്രത്യേകിച്ച് ഓപ്പറേഷൻ സിന്ദൂർ കഴിഞ്ഞതിന് ശേഷം. അതായത് ചൈന പാകിസ്ഥാന് നൽകിയ ആയുധങ്ങളൊക്കെ തന്നെ കബളിപ്പിക്കാൻ നൽകിയതാണ്, അല്ലെങ്കിൽ പരീക്ഷണത്തിന് നൽകിയതാണെന്നുള്ള ഒരു വികാരം പാകിസ്ഥാനിലുണ്ട്. നിലവിൽ ഇതിൻ്റെ പ്രത്യാഘാതം ഉണ്ടാകുന്നത് ബംഗ്ലാദേശും പാകിസ്ഥാനും ചേർന്ന് ഇന്ത്യക്കെതിരെ ഒരു നീക്കം നടത്തുകയും അതിനകത്ത് ചൈനയെ ഉൾപ്പെടുത്താനുമുള്ള ചില തന്ത്രങ്ങൾ ആവിഷ്കരിച്ചു വരികയാണ്. അതായത് നമ്മുടെ വടക്കിഴക്കൻ സംസ്ഥാനങ്ങളെ ഇന്ത്യയുടെ ഹൃദയഭൂമിയുമായിട്ട് ബന്ധിപ്പിക്കുന്ന സിലിഗുരി കോറിഡോർ, ഈ മേഖലയിലേക്ക് കടന്നു കയറാനായിട്ടായിരുന്നു പാകിസ്ഥാൻ്റെയും ബംഗ്ലാദേശിൻ്റെയും ചില നീക്കങ്ങളൊക്കെ നടത്തിയത്. ഈ നീക്കങ്ങൾ നടത്തുന്നതെന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ 22 കിലോമീറ്ററാണ് ഈ ചിക്കൻ നെക്ക് അല്ലെങ്കിൽ സിലിഗുരി കോറിഡോർ എന്ന് പറയുന്നത്. അപ്പം നമ്മുടെ ഇന്ത്യയുടെ ജീവനാഡിക്ക് ഏൽക്കുന്ന ഏതാഘാതവും വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കുമെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ആഭ്യന്തരമായിട്ട് പോലും പ്രശ്നമുണ്ടാക്കാൻ ശ്രമിക്കുന്ന രാജ്യമാണ് ബംഗ്ലാദേശും പാകിസ്ഥാനും ഒക്കെ. അങ്ങനെയാണ് ഗ്രേറ്റർ ബംഗ്ലാദേശ് എന്നൊക്കെ പറഞ്ഞിട്ട് അവർ വലിയ മാപ്പൊക്കെ തയ്യാറാക്കി ഇന്ത്യക്കെതിരെ തിരിഞ്ഞത്. ഇവിടെ ഇന്ത്യയുടെ തന്ത്രപരമായ നിലപാടിൽ അടിസ്ഥാനപരമായ മാറ്റത്തെ സൂചിപ്പിക്കുന്ന ചില നീക്കങ്ങൾ ഇന്ത്യ നടത്തുകയാണ്. അതായത് പ്രതിപ്രവർത്തന പ്രതിരോധം, അതായത് നമ്മൾ ഈ ചിക്കൻ നെക്കിലൊക്കെ സ്വീകരിച്ചിരുന്നത് എന്ന് പറഞ്ഞാൽ റിയാക്റ്റീവ് ഡിഫൻസ് എന്ന് പറയാം. അതിൽ നിന്ന് മാറിയിട്ട് നമ്മൾ ആധിപത്യം സ്ഥാപിക്കുന്നതിലൂടെ ഒരു രാജ്യത്തെ മുന്നോട്ട് നയിക്കാൻ കഴിയുമോ എന്ന് നോക്കി. അപ്പം നമ്മൾ മുൻകൈ എടുത്തുള്ള ആധിപത്യം, അതായത് പ്രോ ആക്റ്റീവ് ഡോമിനൻസിലേക്ക് നമ്മൾ നീങ്ങുകയാണ്. അതിനു വേണ്ടിയിട്ട് 45 ലക്ഷത്തോളം ജനങ്ങളെ സംരക്ഷിക്കാനുള്ള നീക്കമാണ് നടത്തുന്നത്. എന്ന് പറഞ്ഞാൽ ചിക്കൻ നെക്കിനെ സംരക്ഷിക്കാൻ 3 സൈനിക താവളങ്ങൾ നമ്മൾ സ്ഥാപിക്കുന്നു. ബീഹാർ കേന്ദ്രമാക്കിയിട്ട് ഫോർവേഡ് ബേസ് വിപുലീകരിക്കുന്നു. ഇത് കിഷൻഗഞ്ചിലാണുള്ളത്. ഇനി വെസ്റ്റ് ബംഗാളിലുള്ള ഫോർവേഡ് ബേസ് ഇത് ചോപ്രയിലാണുള്ളത്. ഇതും പൂർത്തീകരിക്കുന്നുണ്ട്. ഒപ്പം ലച്ചിൻ ബോർഫുഗൻ എന്ന് പറയുന്ന സൈനിക കേന്ദ്രവും നിർമ്മിക്കുന്നു. ഇതോടുകൂടി S-400 ഉൾപ്പെടെയുള്ള പ്രതിരോധ സംവിധാനങ്ങൾ, ബ്രഹ്മോസ് മിസൈൽ ഉൾപ്പെടെയുള്ള ആധുനിക സംവിധാനങ്ങൾ, കര വ്യോമസേനയുടെ സഹായം എല്ലാം തന്നെ ഈ ചിക്കൻ നെക്കിനെ സംരക്ഷിക്കാനായിട്ട് നമ്മളിവിടെ സ്ഥാപിക്കുകയാണ്. ശരിക്കും പറഞ്ഞാൽ ചൈനയ്ക്ക് ഈ ചിക്കൻ നെക്കിലേക്ക് കടന്നു കയറാൻ താല്പര്യമുണ്ടെങ്കിലും ഇന്ത്യൻ സൈനിക ശക്തിയെ പേടിച്ച് പിന്മാറി നിൽക്കുകയാണ്. ഇവിടെയാണ് ബംഗ്ലാദേശിനെ മുൻനിർത്തി പാകിസ്ഥാൻ ചില നീക്കങ്ങളൊക്കെ നടത്തിയത്. നമുക്കറിയാം, ഈ ഡൽഹിയിൽ ഒരു കലാപം ഉണ്ടാക്കി പാകിസ്ഥാൻ. അന്ന് 53 പേരോളം കൊല്ലപ്പെട്ടു. ഈ കലാപത്തിന് ആസൂത്രകരായിട്ട് പ്രവർത്തിച്ചുള്ള ഉമർ ഖാലിദും ഷിർജിൽ ഇമാമും ഒക്കെ തന്നെ ഈ ചിക്കൻ നെക്കിലേക്ക് അന്ന് വണ്ടികൾ ആയുധങ്ങളൊക്കെ കൊണ്ടുവന്നിട്ട് വലിയ കലാപ സമാനമായ സാഹചര്യം സൃഷ്ടിക്കാൻ ശ്രമിച്ചു. അതായത് ഇന്ത്യയുടെ മറ്റു ഭാഗങ്ങളിലേക്ക് ഈ 7 സിസ്റ്റേഴ്സ് എന്ന് പറയുന്ന നോർത്ത് ഈസ്റ്റ് മേഖലയിൽ നിന്നുള്ള ഗതാഗതം തടസ്സപ്പെടുത്തണം, അവിടെ കലാപം സൃഷ്ടിക്കണം, അങ്ങനെ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയാൽ നിങ്ങൾക്കൊരു സ്വതന്ത്ര രാജ്യമായി മാറാം. ആ സ്ഥലങ്ങളെ ഉൾപ്പെടുത്തി ഗ്രേറ്റർ ബംഗ്ലാദേശോ അല്ലെങ്കിൽ ചൈനയ്ക്ക് കൊടുക്കാനോ ഒക്കെയുള്ള നീക്കമാണ് നടത്തിക്കൊണ്ടിരുന്നത്. ഇതിൽ പാകിസ്ഥാൻ ഒരു നിർണായക റോള് കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അതിനിടയിലാണ് ചൈനയിലെ ഗ്രാമീണരെ കയറി പാകിസ്ഥാൻ ആർമി ആക്രമിച്ചതായിട്ടുള്ള വാർത്ത പുറത്തു വന്നത്. എന്തായാലും ഇന്ത്യക്കകത്ത് നിന്ന് തന്നെ വിഘടനവാദികൾ ഈ ചിക്കൻ നെക്കിനെ ലക്ഷ്യമാക്കി പല പ്രവർത്തനങ്ങളും നടത്തി. ഈ ഉമർ ഖാലിദ് ഇപ്പോഴും ജയിലിലാണെന്നുള്ള കാര്യം ആലോചിക്കണം. അത്തരത്തിലുള്ള വിഘടനവാദികൾ നമ്മുടെ ചിക്കൻ നെക്കിനെയാണ് ലക്ഷ്യം വെച്ചത്.
അപ്പോൾ 22 കിലോമീറ്റർ വിസ്തൃതിയുള്ള ഈ മേഖലയെ കീഴ്പ്പെടുത്തിയാൽ ആസാം, അരുണാചൽ പ്രദേശ്, നാഗാലാൻഡ്, മിസോറാം, മണിപ്പൂർ, മേഘാലയ, ത്രിപുര ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളുടെ നിയന്ത്രണം തങ്ങൾക്ക് കൈപ്പിടിയിൽ ഒതുക്കാമെന്ന് പാകിസ്ഥാനും ബംഗ്ലാദേശും കൊതിച്ചു. ഒപ്പം ചൈനയെ മുമ്പിൽ നിർത്തി കളിക്കാമെന്നും പ്രതീക്ഷിച്ചു. പക്ഷേ അതിനെ നമ്മൾ തകർത്തെറിയുകയാണ് ചെയ്യുന്നത്. കാരണം എല്ലായ്പ്പോഴും പാകിസ്ഥാൻ പറയുന്നത് ഡീപ്പർ ദാൻ ദ ഓഷ്യൻ, അതാണ് ചൈനയും പാകിസ്ഥാനും തമ്മിലുള്ള ബന്ധം. അതല്ലെങ്കിൽ ഹയർ ദാൻ ദ ഹിമാലയത്തിനേക്കാൾ വലിയ ബന്ധമാണെന്ന് ഒക്കെ പറയുന്നു. അപ്പം അയൺ ബ്രദർഹുഡ് ആണെന്നൊക്കെ പറയുന്ന പാകിസ്ഥാൻകാർ ഇപ്പം ചൈനീസ് ഗ്രാമീണരെ കയറി ആക്രമിച്ചതോടുകൂടി ബന്ധം കൂടുതൽ വഷളാകും. കാരണം ഈ ചൈനയുടെ തന്ത്രമൊന്നും ശരിക്കും പറഞ്ഞാൽ പാകിസ്ഥാനും അല്ലെങ്കിൽ നേപ്പാളിനും അറിയില്ല. 5 ഫിംഗേഴ്സ് എന്ന് പറയുന്ന ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാവായ മാവോയുടെ ചില പ്രഖ്യാപിത വിഷനുണ്ട്. എത്രയോ കാലമായിട്ടുള്ളതാണ്. അതായത് ടിബറ്റിനെ കൈവെള്ള പോലെ കാണിച്ചുകൊണ്ട് സിക്കിമും അരുണാചൽ പ്രദേശും ഭൂട്ടാനും നേപ്പാളും ഒക്കെ പിടിച്ചെടുത്തുകൊണ്ട് ചൈനയെ വിപുലീകരിക്കുന്ന ഒരു തന്ത്രം. എന്തുകൊണ്ടാണ് അവിടേക്ക് ഇപ്പോൾ ചൈന കടന്നു കയറാത്തതെന്ന് പറഞ്ഞാൽ ഇന്ത്യ ഒരു മഹാമേരുവിനെ പോലെ നിൽക്കുന്നതുകൊണ്ടാണ്. ഇതിപ്പോഴും പാകിസ്ഥാൻ അറിയില്ല. പക്ഷേ കൃത്യമായിട്ട് അറിയുന്ന രാജ്യം ഭൂട്ടാനാണ്. അതുകൊണ്ടാണ് ഭൂട്ടാൻ ഇന്ത്യയോടൊപ്പം നിലപാടെടുക്കുകയും ചൈനയെ കിട്ടുന്ന സമയത്തെല്ലാം തന്നെ തള്ളിപ്പറയുകയും ചെയ്യുന്നത്. ഇപ്പം ലഡാക്കും ജമ്മു കാശ്മീരും ഒക്കെ വേണമെന്ന് ചൈന ആഗ്രഹിക്കുന്നുണ്ടെങ്കിലും ഇന്ത്യയുമായിട്ട് നേരിട്ടുള്ളൊരു യുദ്ധത്തിന് അവർ തയ്യാറല്ല. നമുക്കറിയാലോ, ഇപ്പോൾ ഭൂട്ടാനിൽ നിന്നുള്ള ഡോക്ലാമിൽ വെച്ച് ഒരു സംഘർഷം ഉണ്ടായിരുന്നു. 2017 ഏതാണ്ട് 73 ദിവസത്തോളം നീണ്ടു നിന്ന സംഘർഷത്തിൽ ഈ ഡോക്ലാമിൽ നിന്നുകൊണ്ട് തന്നെ ഇന്ത്യക്കെതിരെ ആക്രമണം നടത്താനുള്ള ശ്രമമാണ് നടത്തിയത്. പക്ഷേ നമ്മൾ ചൈനയെ ആ നീക്കത്തിൽ നിന്ന് പരാജയപ്പെടുത്തി. അന്ന് അവർ ചെയ്തത് ഈ സലാമി സ്ലൈസിങ് എന്ന് പറയുന്ന തന്ത്രം പ്രയോഗിക്കുന്നു. അതായത് അതിർത്തിയിലേക്ക് കടന്നു കയറി ചെറിയ ചെറിയ പ്രദേശങ്ങൾ പതിയെ പതിയെ കീഴടക്കും. എന്നിട്ടത് വലിയ ഭൂപ്രദേശമായിട്ട് തങ്ങളുടെ രാജ്യത്തോട് കൂട്ടിച്ചേർക്കും. ഈ സലാമി സ്ലൈസിങ് എന്ന് പറയുന്നത് ചൈനയുടെ വിഖ്യാതമായ ഒരു തന്ത്രമാണ്. നടപ്പിലാക്കാൻ ഏറെ പ്രയാസമുള്ളതും നിയമവിരുദ്ധവുമായ പ്രവർത്തനമാണെങ്കിൽ പോലും ചൈന അത് നടപ്പാക്കാൻ ശ്രമിച്ചു. അത്തരം നീക്കം നടത്തുന്ന ചൈനയെ മുന്നിൽ നിർത്തി ബംഗ്ലാദേശും പാകിസ്ഥാനും ചില കാര്യങ്ങൾ ആസൂത്രണം ചെയ്യുകയായിരുന്നു. അതിനിടയിലാണ് ഇവിടെ കുറച്ച് പട്ടാളക്കാർ കയറി ചൈനീസ് ഗ്രാമീണരെ ആക്രമിച്ചത്. എന്തായാലും കുഞ്ചറാം പാസിൽ ഗ്രാമീണരെ ഒരു കാര്യവുമില്ലാതെ അതിർത്തിയിൽ വെച്ച് ആക്രമിച്ചതിന് തിരിച്ചടി ചൈന കൊടുക്കും. കാരണം കഴിഞ്ഞ കുറച്ചു കാലമായിട്ട് ചൈനയും പാകിസ്ഥാനും തമ്മിലുള്ള ബന്ധം അകലുകയും അമേരിക്ക അവിടെ സ്വാധീനം ചെലുത്തുകയും ചെയ്യുന്നു. അസിം മുനീർ എന്ന് പറയുന്ന സൈനിക മേധാവിയെ തുടർച്ചയായിട്ട് വൈറ്റ് ഹൗസിൽ വിളിച്ചു വരുത്തി വിരുന്നൊക്കെ കൊടുത്തപ്പോൾ തന്നെ ചൈന അപകടമണത്തു. മാത്രമല്ല വർഷങ്ങളായിട്ട് അമേരിക്ക ഈ പറയുന്ന നാറ്റോ രാജ്യങ്ങൾക്കപ്പുറത്ത് വലിയൊരു സഖ്യം ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അത് പാകിസ്ഥാനിലാണ്. കാരണം ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൽ അവർക്ക് സ്വാധീനം ചെലുത്തണമെങ്കിൽ പാകിസ്ഥാനിൽ ഒരു പിടുത്തം വേണം. അതുകൊണ്ടാണ് അവർ പാകിസ്ഥാനെ എല്ലായ്പ്പോഴും സഹായിക്കുന്നത്. ഇവിടെ ചൈന പറയുകയാണ്, ഇനി ഞങ്ങൾ നിങ്ങളുടെ നാട്ടിൽ നടത്തിയിരുന്ന ഈ പാക് ചൈന എക്കണോമിക് കോറിഡോറിൽ നിന്ന് ഞങ്ങൾ പിന്തിരിയുകയാണ്. ഞങ്ങളിവിടെ പണം മുടക്കിയാൽ തിരിച്ചു കിട്ടുമെന്ന് എന്തുറപ്പാണുള്ളത്? മാത്രമല്ല ബലൂജ് മേഖലയിൽ ഞങ്ങൾ ധാരാളം പണം മുടക്കി. അവിടെ നിന്ന് ഈ പറയുന്ന റെയർ എർത്ത് കിട്ടാനുള്ള സാധ്യതയില്ല. അവിടേക്ക് അമേരിക്കയെ കൊണ്ടുവരാൻ പാകിസ്ഥാൻ നീക്കം നടത്തുന്നു. അപ്പോൾ ഗ്വാദർ തുറമുഖം നിർമ്മിക്കുന്നു, വിമാനത്താവളം നിർമ്മിക്കുന്നു, വികസന പ്രവർത്തനത്തിന് ധാരാളം പണം ചെലവഴിക്കുന്നു. ഇതൊക്കെ ചൈന ചെയ്തിട്ടും അവർ ചൈനക്കാരായ ആളുകളെ തെരഞ്ഞുപിടിച്ച് കൊല്ലുകയാണ് ചെയ്തത്. ഇത് പാകിസ്ഥാൻ അല്ലെന്നും അവിടുത്തെ ഭീകരവാദ പ്രവർത്തനം നടത്തുന്ന ബലൂജ് ലിബറേഷൻ ആർമി ആണെന്നൊക്കെ പറഞ്ഞാണ് ഇതുവരെ നിന്നത്. പക്ഷേ ഇവിടെ സൈനിക യൂണിഫോം ഇട്ട ആൾക്കാർ തന്നെ നേരിട്ട് ചൈനീസ് ഗ്രാമീണരെ ഒരു പ്രകോപനവുമില്ലാതെ മർദ്ദിച്ചു. ഇത് വലിയ തോതിലുള്ള പ്രത്യാഘാതം പാകിസ്ഥാനെ നേരിടേണ്ടി വരുമെന്നാണ് സൂചന നൽകുന്നത്. എന്തായാലും ചൈന കയറി പാകിസ്ഥാനെ ആക്രമിക്കുന്ന ഒരു സാഹചര്യത്തിലേക്കാണ് കാര്യങ്ങൾ ഉരുത്തിരിയുന്നത്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഈ ചിക്കൻ നെക്കിലെ 3 സൈനിക കേന്ദ്രങ്ങളും ഇതിനു വേണ്ടിയിട്ട് പ്രയോജനപ്പെടുത്തും. അതായത് ചൈന പാകിസ്ഥാനെ ആക്രമിച്ചാൽ മറുവശത്ത് നിന്ന് ഇന്ത്യയുടെ പിന്തുണയുമുണ്ട്. ഒപ്പം ഇവിടെ തന്ത്രം ആവിഷ്കരിച്ച ബംഗ്ലാദേശിനും പാകിസ്ഥാനും ചിക്കൻ നെക്കിൽ നിന്ന്, അതായത് സിലിഗുരിയിൽ നിന്ന് തന്നെ മറുപടി കൊടുക്കാൻ ഇന്ത്യൻ സൈന്യം സജ്ജമാകുമെന്ന കാര്യത്തിൽ സംശയം വേണ്ട. എന്തായാലും ഇവിടെ ഇപ്പോഴുണ്ടായ ഈ പ്രകോപനമില്ലാത്ത ആക്രമണം, അതായത് കുഞ്ചറാം പാസിൽ വെച്ച് എന്തിനാണ് ഗ്രാമീണരെ പ്രകോപനമില്ലാതെ തല്ലിയതെന്നും ചൈനീസ് പതാക നശിപ്പിച്ചതെന്നും ഉള്ളതിന് ഉത്തരം പാക് ഭരണകൂടം നൽകണം. നിലവിൽ അവിടെ സിവിലിയൻ ഭരണകൂടവും അസിം മുനീർ എന്ന് പറയുന്ന ഭരണാധികാരിയും തമ്മിലുള്ള സംഘർഷം നിലനിൽക്കുകയാണ്. അതിനിടയിൽ ചൈനയുടെ ആക്രമണം കൂടി ഉണ്ടായാൽ പാകിസ്ഥാൻ ശിഥിലമായി പോകുമോ എന്ന ആശങ്കയും നിലനിൽക്കുന്നുണ്ട്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.